നമസ്കാരം. ഐഫോണിൻ്റെ പുതിയ മോഡൽ ഐഫോൺ 14 സീരീസ് ഇന്ന് ലോകത്തെമ്പാടും റിലീസ് ചെയ്യുകയാണ്. അമേരിക്കയിലും റിലീസ് ചെയ്യുകയാണ്. ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഫോൺ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലെ ഫോണുകളാണെങ്കിലും അമേരിക്കക്കാർ എപ്പോഴും iOSൻ്റെ പുറകിലാണ്. അവർക്ക് എല്ലാ വർഷവും ഓരോ പുതിയ ഫോണുകൾ വേണം. അതുകൊണ്ട് തന്നെ ഐഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങളൊക്കെ വരുത്തി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എല്ലാ വർഷവും ഓരോ ഫോൺ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. ഐഫോൺ 14 സീരീസിലെ ഐഫോൺ 14 പ്രോ മാക്സ് ഫോൺ നമ്മൾ മേടിക്കാൻ പോവുകയാണ്. മേടിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബർ എന്ന നിലയിൽ നമുക്ക് വേണ്ട കുറേ അപ്ഡേറ്റ്സ് അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ക്യാമറയുടെ ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്, സെൽഫി ക്യാമറയ്ക്ക് ഓട്ടോ ഫോക്കസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ പേ ചെയ്യേണ്ടി വരുന്നത്, അടയ്ക്കേണ്ടി വരുന്നത് $299 മാത്രമാണ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഏകദേശം 24,000 രൂപ മാത്രം. ഞാനിത് പറയുന്നുണ്ട്, ഐഫോൺ 14 പ്രോ മാക്സിൻ്റെ നാട്ടിലെ വില, ഇന്ത്യയിലെ വില 1,40,000 രൂപയോളമാണ്. ഞാനിത് $300 അടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പുറകിൽ ചില കണ്ടീഷൻസ് അപ്ലൈ ആണ്. എങ്ങനെയാണ് ഇവിടെ ഇത്രയും വില കുറച്ച് കിട്ടുന്നത് എന്ന് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഐഫോൺ 14 പ്രോ മാക്സിൻ്റെ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ ഐഫോണിൻ്റെ പുതിയ മോഡൽ എടുക്കാനായിട്ട് ന്യൂയോർക്ക് സിറ്റി പോയി അവിടെ ആപ്പിളിൻ്റെ ഒരു ഫേമസ് സ്റ്റോറുണ്ട്. അവിടെ ചെന്നാൽ അവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്തവണ നമ്മൾ ന്യൂയോർക്ക് സിറ്റി പോയിട്ടില്ല. കാരണം നമ്മുടെ നെറ്റ്വർക്ക് കാരിയർ വെറൈസനാണ്. അപ്പം വെറൈസൻ്റെ സ്റ്റോറിലോട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ $300 ഫോൺ കിട്ടുന്നതിന് ഇതിനും ഒരു കണക്ഷനുണ്ട്. നമ്മൾ വെറൈസൺ നെറ്റ്വർക്ക് വഴി എടുക്കുന്നതിനും ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെറൈസൻ്റെ സ്റ്റോറിലേക്ക് വന്നിരിക്കുന്നത്. സി മിസ്റ്റർ നിക്. ഹായ് നിക്. ഗുഡ്. Monthly for the phone would come out to like $12 a month instead of $33 a month for it would have been before the trade-in. Okay, so the 800 because we're trading in the phone and the plus the Verizon discount is $200, right? So it will be like $800 discount. Yeah, $800 towards that new phone. Yeah. Okay. Let me grab the phones, and you guys want to start the transfers now or you want to do it at home? We will do it at home. Okay, you got it. പുതിയ കളർ ഇറങ്ങിയേക്കുന്നത് ഡീപ്പ് പർപ്പിൾ എന്നുള്ളൊരു കളറാണ്. അപ്പം ഡീപ്പ് പർപ്പിൾ എന്നുള്ളൊരു കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ട്രേഡിങ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പഴയ ഫോണിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ പഴയ ഫോൺ ഇവിടെ ട്രേഡിങ്ങിന് കൊടുക്കുകയാണ്. അതിന് ഓപ്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയെല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ട് വൈകിട്ട് കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും ടോട്ടൽ അങ്ങനെ ട്രേഡിങ് ചെയ്യുന്നതിൻ്റെ $600 വെറൈസൻ്റെ $200 ഡിസ്കൗണ്ടും ചേർത്ത് $800 ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയാണ് ഫോൺ $300 ആവുന്നത്. നമ്മുടെ കയ്യിലപ്പം ഐഫോൺ 14 പ്രോ മാക്സ് കിട്ടിയിരിക്കുകയാണ്. കവറിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ ചൈന. അപ്പോൾ അമേരിക്കയിൽ നിന്ന് മേടിക്കുന്ന ഐഫോണും അസംബിൾ ചെയ്യുന്നത് ചൈനയിൽ തന്നെയാണ്, ഉണ്ടാക്കുന്നത് ചൈനയിൽ തന്നെ ആയിരിക്കും ഓഫ് കോഴ്സ്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കവറിന് പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് കവറിനകത്തുള്ളത് ഐഫോൺ 14 പ്രോ മാക്സ് ഉണ്ട്, USB-C ലൈറ്റിനിങ് കേബിളുണ്ട്. പക്ഷേ പവർ അഡാപ്റ്ററും ഹെഡ്ഫോണും സോൾഡ് സെപ്പറേറ്റ്ലി എന്നാണ് ഇതിനകത്തില്ല. കഴിഞ്ഞ വർഷം മുതൽ ആപ്പിൾ ഫോൺ പവർ അഡാപ്റ്ററും ഹെഡ്ഫോണും കൊടുക്കുന്നില്ല. അത് നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് മേടിക്കണം. ആനയെ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആനയെ തരും, പക്ഷേ ആനയുടെ തോട്ടി നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് മേടിക്കണം. നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതാണ് ഫോണ്. ഐഫോൺ 14 പ്രോ മാക്സ് ഇറങ്ങിയിരിക്കുന്ന കളറ് സ്പേസ് ബ്ലാക്കിലുണ്ട്, സിൽവറുണ്ട്, ഗോൾഡുണ്ട്, ഡീപ്പ് പർപ്പിളുണ്ട്. ഡീപ്പ് പർപ്പിൾ എന്നുള്ളതാണ് പുതിയ കളർ. അതുകൊണ്ട് നമ്മൾ ഡീപ്പ് പർപ്പിൾ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് 13 പ്രോ മാക്സിലൊന്നും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. നമുക്ക് സിം ഇടുന്നതിനുള്ള ഓപ്ഷൻ ഇത്തവണ ഇല്ല. ഈ സിം ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അമേരിക്കൻ വേർഷന്. ഇന്ത്യൻ വേർഷന് മിക്കവാറും സിം ഇടുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫോണുകളുടെയൊക്കെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ സിം മാത്രമായിട്ട് മാറുന്നതിനുള്ള സാധ്യതയാണ്. അത് തുടങ്ങി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ 14 പ്രോ സീരീസിൻ്റെ പ്രസൻറ്റേഷൻ ഏറ്റവും കൂടുതൽ ഇവർ സമയമെടുത്ത് ഇതിൻ്റെ ക്യാമറയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ്. മെയിൻ ക്യാമറ 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറയാണ്. ഐഫോണിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ കമ്പനികളൊക്കെ 48 മെഗാ പിക്സലിനും കൂടുതൽ ഓൾറെഡി മെഗാ പിക്സൽ ഇറക്കിക്കഴിഞ്ഞു. സ്റ്റോറേജ് അത് കൂടുതൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ 12 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. പിന്നെ 12 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. 3x സൂമും ഉണ്ട്, 2x സൂമും ഉണ്ട്. നമ്മൾ സൂം ചെയ്യുന്നുണ്ടെ അതിൻ്റെ ക്ലാരിറ്റി വലിയ രീതിയിൽ നഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ അവർ എടുത്ത് കാണിച്ചിരിക്കുന്നത് ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷനാണ്. ഇതിൻ്റെ മേളിൽ ഒരു നോട്ടിഫിക്കേഷൻ അലേർട്ട്
നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടെയാണെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ വിളിക്കുന്നുണ്ടെയാണെങ്കിലും ആ ഫോൺ കോൾ നമ്മൾ ക്ലോസ് ചെയ്തെന്ന് കഴിഞ്ഞാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ മേളിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഡൈനാമിക് ഐലൻഡ് എന്നുള്ളൊരു പുതിയ ഫീച്ചറായിട്ട് ഐഫോൺ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിൻ്റെ സമയവും ഡേറ്റും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഞാൻ വെതർ ആണ് മറ്റൊരു കാര്യം എടുത്തിട്ടിരിക്കുന്നത്. ഇവിടെ കാലാവസ്ഥ വലിയൊരു ഫാക്ടർ ആയതുകൊണ്ട്. കൂടാതെ ഐഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട സേഫ്റ്റി ഫീച്ചേഴ്സാണ്. എമർജൻസി SOS വയ സാറ്റലൈറ്റ്, അതായത് നമുക്ക് നെറ്റ്വർക്കോ അല്ലെങ്കിൽ വൈഫൈയോ ഓപ്ഷനോ ഇല്ലെന്ന് വെച്ചാലും നമ്മൾ എവിടെയെങ്കിലും ഒരു ഐലൻഡിലോ വല്ലതൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോയെങ്കിൽ, ഒരു അപകടത്തിൽ ഒറ്റപ്പെട്ടു പോയെങ്കിൽ സാറ്റലൈറ്റ് വഴി എമർജൻസി സർവീസിനെ കോൺടാക്റ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഇത്തവണ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആർക്കും അത് ഉപകാരപ്പെടാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ക്രാഷ് ഡിറ്റക്ഷനാണ് മറ്റൊരു സേഫ്റ്റി ഫീച്ചർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, നമ്മുടെ കാറോ മറ്റോ ഒന്ന് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഐഫോണിൽ പെട്ടെന്ന് ഒരു ഡിസ്പ്ലേ വരും. എമർജൻസി സർവീസിനെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ അവെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ സ്വൈപ്പ് ചെയ്ത് അവരെ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഫീച്ചർ ഡിസേബിൾ ചെയ്യുകയോ ചെയ്യാം. അതല്ല നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എമർജൻസി സർവീസിനെ കോൺടാക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ക്രാഷ് ഡിറ്റക്ഷൻ സർവീസ് കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും മെയിൻ ഫീച്ചേഴ്സായിട്ട് അവർ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മറ്റ് പല ഫീച്ചേഴ്സും ഉണ്ട്. ഡിസ്പ്ലേ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, പ്രോസസ്സർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഐഫോൺ 14 Pro Maxൻ്റെ ഇവിടുത്തെ വില എന്ന് പറയുന്നത് $1,099 അത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ 87,754 ഇന്ത്യൻ രൂപയാണ് വരേണ്ടത്. പക്ഷേ ഇന്ത്യയിലെ വില എന്ന് പറയുന്നത് 1,39,900 രൂപയാണ്. അതായത് 1,40,000 രൂപയുടെ അടുത്താണ് ഇന്ത്യൻ രൂപയിൽ അത് വരുന്നത്. എന്താണ് ഈ വലിയ വില വ്യത്യാസത്തിന് കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇന്ത്യയിൽ ചുമത്തുന്ന ടാക്സുകളാണ്. GST ഉണ്ട്, ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ആപ്പിൾ പറയുന്നത് ആപ്പിളിന് ഇന്ത്യയിൽ പ്ലാന്റുകളില്ല എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി ഒരു അസംബ്ലിംഗ് പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അത് വിലയെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ആപ്പിൾ പറയുന്ന മറ്റൊരു കാരണം റീറ്റെയിലേഴ്സ്, നെറ്റ്വർക്കുകൾ ഈ വിലയുടെ ഏറിയ ഭാഗവും അവരെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വില കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും ഇത്രയും രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഇന്ത്യയും US തമ്മിൽ. അങ്ങനെ iPhone 14 Pro Max വാങ്ങി മറ്റൊരു മന്ത്ലി പേയ്മെൻറ്റ് കൂടി എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കടം മേടിക്കുന്നതിന് ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു രാജ്യമോ സമ്പത്ത് വ്യവസ്ഥയോ ലോകത്തുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. $100 തികച്ച് കയ്യിലെടുക്കാനില്ലെങ്കിൽ നമുക്ക് പോയി വേണമെങ്കിൽ ഒരു ഫോണോ കാറോ വേണമെങ്കിൽ വീടോ മേടിച്ചുകൊണ്ട് വരാം. ജോലിക്ക് പോയി മന്ത്ലി പേയ്മെൻറ്റ് അടയ്ക്കണം എന്നേ ഉള്ളൂ. നിങ്ങൾ പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോണോ കാറോ കമ്പ്യൂട്ടറോ തുടർന്ന് ഉപയോഗിക്കുന്നതിൽ കമ്പനികൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവരത് തിരിച്ചെടുക്കും. ചെറിയ അപ്ഡേറ്റുകൾ വരുത്തി എല്ലാ വർഷവും പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കും. നിങ്ങളെക്കൊണ്ട് അതെങ്ങനെ വാങ്ങിപ്പിക്കണം എന്നും അവർക്കറിയാം. അമേരിക്കക്കാർക്ക് എന്ന് ഇത്തരം പ്രോഡക്റ്റുകളോടുള്ള അഭിനിവേശം നിൽക്കുന്നുവോ അന്ന് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ തകരും, തൊഴിലില്ലായ്മ ഉണ്ടാകും, ഗവൺമെൻറ്റിനുള്ള വരുമാനം നിലയ്ക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ ഗവൺമെൻറ് ജനങ്ങളെ കൊണ്ട് നിർബന്ധപൂർവ്വം ചെയ്യിക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ നമ്മൾ അറിയാതെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആകാം ബുദ്ധനും ഓഷോയ്ക്കും ഒന്നും ഇവിടെ ക്ലച്ച് പിടിക്കാൻ കഴിയാതെ പോയത്. ജസ്റ്റിൻ ബീവറും ബിയാൻസയും ഒക്കെ ഇവിടെ അരങ്ങ് തകർക്കുന്നത്. പറഞ്ഞു കേൾക്കാൻ സമയമില്ല, ധാരാളം EMIകൾ അടയ്ക്കാനുണ്ട്, ജോലിക്ക് പോകണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ബൈ.